ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് ഒരു ചക്ക കറി വെക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് നമ്മളിവിടെ വരിക്കച്ചക്ക തന്നെയാണ് എടുത്തിരിക്കുന്നത്. നല്ല ചക്കയാണ് കേട്ടോ, പഴുത്ത ഒരുപാട് ടേസ്റ്റ് ഉള്ളതാണ്. ശരി, അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഒരു കറി. ഇപ്പം നമുക്ക് ചക്ക പച്ചയായിട്ടും തിന്നാം, പഴുത്തും തിന്നാം, പുഴുക്കുണ്ടാക്കി തിന്നാം അല്ലേ. ചക്ക പഴുത്തതൊക്കെ ആണെങ്കിൽ നമുക്ക് വരട്ടിയത് പായസം പോലെ കഴിക്കാം. അതല്ല, ഇനി വരട്ടിയതിൻ്റെ കൂടെ അരിപ്പൊടി ചേർത്ത് നമുക്ക് ചക്കപ്പമാക്കി കഴിക്കാം. പല രീതിയിലും നമുക്ക് കഴിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ സിമ്പിളായിട്ടൊരു ചക്ക കറി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ ചക്ക അരിഞ്ഞത് അതിന് മുന്നേ നമ്മൾ ചട്ടിയിൽ, മൺചട്ടിയാണ് നല്ലത്. മൺചട്ടി ഉള്ളവർ മൺചട്ടിയിൽ വയ്ക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. മൺചട്ടിയിൽ നമ്മൾ വെള്ളം ചൂടാവാൻ വെക്കണം. തിളച്ച വെള്ളത്തിലേക്കാണ് നമ്മൾ ഈ അരിഞ്ഞ ചക്ക ഇടുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചക്ക ഒരുപാട് വേവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ചൂടുള്ള വെള്ളത്തിലേക്ക് ഇടുമ്പോൾ എളുപ്പം അത് വെന്ത് കിട്ടും. അപ്പോൾ അങ്ങനെ നല്ല ചക്കയൊക്കെ ആകുമ്പോൾ എളുപ്പം അത് വെന്ത് റെഡിയാവും. അപ്പോൾ ആ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട ചക്ക ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് ഉപ്പ്, അതുപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത് മാത്രമാണ് നമ്മൾ ചേർക്കുന്നത്. അത് ചേർത്ത് ഇളക്കണം. അതിലേക്ക് നമ്മൾ കടുക് പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. ഈ കടുക് പൊട്ടിക്കൽ നമുക്ക് ചീനച്ചട്ടിയിൽ പൊട്ടിച്ചിട്ട് അതിനകത്തേക്ക് ചക്ക ഇടാം. അതെല്ലാം നമ്മൾ എളുപ്പത്തിൽ വേണമെങ്കിൽ നമ്മൾ പണ്ടൊക്കെ വീടുകളിൽ നമ്മൾ ഈ കയ്യിൽ കടുക് വറുത്തെടുത്തിട്ട് ഒഴിക്കുന്നൊരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ അതുപോലെയാണ് ചെയ്യുന്നത്. കയ്യിലിനകത്ത് നമ്മൾ കടുക് വറുത്തെടുത്ത് അതിലേക്ക് ഒഴിക്കുന്നു. അതുപോലെ കറിവേപ്പിലയും നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഒരു ടേസ്റ്റ് ആവും. അപ്പോൾ കറിവേപ്പില ഇട്ട് കടുക് ഇട്ട് നമ്മളത് ഇളക്കുകയാണ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ നമ്മുടെ ചക്കക്കറി ഉണ്ടാക്കാൻ എടുക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നാണ്. നമ്മളിപ്പോൾ നല്ലോണം വിശന്നിരിക്കുകയാണ്, ഒരുപാട് സമയമെടുത്ത് കറി ഉണ്ടാക്കാനൊന്നും നമുക്ക് സമയമില്ല വെച്ചാൽ ഇതുപോലെ എളുപ്പത്തിലൊരു കറി വെച്ച് നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാം.